ഇതിലെ ജോലി തീർന്നെങ്കിലേ അവിടെ ഒരു ചേന കിടപ്പുണ്ട്. അത് പോയി കളച്ചിട്. എനിക്കൊന്നും വയ്യ, ചുമ്മാതിരിക്കാതെ ആ ചേന കളച്ചിട്. അതിനകത്ത് ചേനയുണ്ട്, പോയി കളച്ചിട്. നട്ടമല്ലെങ്കിൽ വീട് കളിച്ചത്. അത് ചേനയുണ്ട്, എനിക്ക് വയ്യ, ഒന്ന് കളച്ചിട്. ഞാൻ നോക്കാം. ഏതോ ഇല്ല, അയ്യത്തോട്ട് നടന്നു പോകും. അയ്യത്ത് കിടക്കുക, അങ്ങോട്ട് നടന്നു. എൻ്റെ കൂടെ വാ. കൂടെ വരാം. ഈ ചേന പറിക്കാനാണോ പറഞ്ഞത്? ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? അത് വെട്ടി കളയാതെ നമുക്ക് വെട്ടിക്കൊണ്ടെടുക്കാം. കളച്ചോണ്ടിരിക്കണം. പക്ഷെ ഇതിനകത്തെല്ലാം കാണുമെന്നുള്ളത് നമുക്ക് ഡൗട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നട്ടതാകാത്തോണ്ട് ഇതിലുണ്ടോന്ന് അതുകൊണ്ട് അറിയാൻ വയ്യ. ശ്രമിച്ചിട്ട് പടയില്ലാതാവുന്നുണ്ടോ ഇരിക്കുന്നത്. ഇവിടെ എന്തിനാ കട്ടി തെളിക്ക്. വെട്ടിട്ട് പൊക്കിയെടുത്ത് കാണിക്കും. ഇതാണ് വിത്ത്. നമ്മൾ അരിഞ്ഞുകൊണ്ട് കളഞ്ഞതിലുള്ളത് സംഭവം ഇതിനകത്ത് ഇത്രയും വലുതാണെങ്കിൽ ഇതിൽ ഇത്രയാണ് ഉള്ളത്. നമുക്കിത് അങ്ങോട്ട് കൊണ്ടുവന്ന് വൃത്തിയാക്കി. പക്ഷെ വലുതായാണ് ഈ പന്ന എല്ലാവരും. വളമൊന്നും ഇല്ലാത്തോണ്ടാട്ടോ. ചിലരൊക്കെ ഇതൊക്കെ തോരൻ വയ്ക്കുന്ന ഉള്ളത് തന്നെയാണ്. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ നല്ലൊരു തോരൻ. അത് മതി. ഇതിനകത്ത് ഇത് നട്ടല്ലല്ലോ. നോക്കാം. മുറ എടുത്തുകൊണ്ട് നമുക്ക് വൃത്തിയാക്കി നോക്കാം. അത് ആ ചേന എടുത്ത് ഒരു അവിയൽ വയ്ക്കുക. ഈ തടയെടുത്ത് ഒരു തോരൻ വയ്ക്കുക. തോരൻ വെച്ചിട്ടില്ല. ചേനക്കട തോരൻ വയ്ക്കാം. ചേമ്പ്. അതിന്റെ തണ്ട് തോരൻ. ചേന കഷ്ടമാണ് ചേനത്തണ്ട് തോരൻ വയ്ക്കുക. ഞാൻ അരിക്കുകയല്ല, തോരൻ വയ്ക്കുക. ചേന എടുത്ത് ഒരു അവിയൽ വയ്ക്കും. പക്ഷെ ഞാൻ വേറൊരു വീഡിയോയിലെ ഈ ഇല ഈ തോരൻ വയ്ക്കുന്ന പറഞ്ഞാൽ കണ്ടത് ഉള്ളതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം എല്ലാവരും ഓരോ വീഡിയോസ് ഒക്കെ ഇടുന്ന ഉള്ളതാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് ഇത്രയുണ്ട്. അത് മതി. എൻ്റെ ചേമ്പ് വിത്തും കൂടെ എടുത്ത് ഒരു അവിയൽ വയ്ക്കും. ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് നോക്കാം. ഒരു അവിയൽ വയ്ക്കുക. ഒരു കായും കൂടെ ഇട്ട് ഒരു അവിയൽ വയ്ക്കും. ഒരു ചേമ്പും കൂടെ അത് മതി. വീണ് വിളിച്ചതല്ലേ, ഇത്രയും കിട്ടിയാൽ മതി. നമുക്കിത് നാളത്തെ അവിയലിനകത്തെടുക്കാം. ഇത് മതി, ആവശ്യത്തിനുണ്ട്.
ഇനി അടുത്ത പുതിയ എന്തെങ്കിലും വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരാം.